പറ്റിയ പെണ്ണൊന്നുമല്ല, ഇനി എനിക്ക് പെണ്ണ് കാണാൻ പോകാനാവൂല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? അതേപോലെ നമ്മൾ ഒരു പെൺകുട്ടിക്ക് കല്യാണം ആലോചിച്ചിട്ട് ആദ്യമായിട്ട് കല്യാണം ആലോചിക്കാൻ പോകുന്ന ഒരു വരന് അത് വേണ്ട രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരനല്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഏതെങ്കിലും കല്യാണം പിന്നെ ആലോചിക്കാതിരിക്കാറുണ്ടോ? ജീവിത പങ്കാളി എത്രത്തോളം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ഗുണകരമായ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ, അതൊക്കെ എത്ര എണ്ണം പോയി കണ്ടാലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സെറ്റ് ആകുന്നത് വരെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കണം. എന്ന പോലെ തന്നെ നമ്മളുടെ ജീവിതകാലം മുഴുവനും നമ്മളുടെ 3 തലമുറയെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സംരംഭമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു സംരംഭത്തിൽ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ, നമുക്ക് റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ, നമുക്കുള്ള വ്യക്തിയെ ദൈവം തമ്പുരാൻ നമ്മളെ മുന്നിൽ എത്തിച്ചത് ആ വ്യക്തി അല്ല. നമ്മളെ മുന്നിൽ ഇനി എത്രയോ പേര് വരാനുണ്ട്. അതിന് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതുപോലത്തെ വ്യക്തികളെ കിട്ടുക. അതിന് നമ്മളൊരു മീറ്റിംഗ് വെച്ച് നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവും. ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത് പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത്ര കാലം ഞാൻ കൂടെ നിന്നു, എനിക്ക് ഇതുകൊണ്ടായിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും വന്നിട്ടില്ല, ഒരുപാട് എനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ ഞാൻ എന്റെ പഴയ സംരംഭം തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാണ്, അല്ല അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റണ്ടേ. പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ പ്രശ്നം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം നമുക്ക് തന്നെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ ഉള്ളത്. ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ ഒരു കട തുറന്നു, നല്ല രീതിയിൽ ഒരു കട സ്റ്റാർട്ട് ചെയ്തു, ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് നമ്മൾ ഒരു കട സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കട എനിക്ക് കൂടുതലായിട്ട് ഇത് ഗുണങ്ങളില്ല എന്ന് പറഞ്ഞ് അത് കൂട്ടുന്നതിന് പകരം അവിടെ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുമോ നോക്കിയിട്ട് അത് ഏതെങ്കിലും മാറ്റം വരുത്തിയ ഒരു വ്യക്തിയോട് അന്വേഷിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുന്നത്. വീണ്ടും പൈസ ഇറക്കിയിട്ടാണ് ആ ഒരു സംരംഭത്തിനെ നിലനിർത്തി പോണത്. ഈ ഒരു അവസരം നമുക്ക് നിർത്തിപ്പോകാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു സംരംഭത്തിൽ വിജയിക്കുന്നതിന്റെ വക്ക് വരെ എത്തിയിട്ട് ആളുകൾ ഇട്ടെറിഞ്ഞു പോവുക ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സംരംഭം എന്നെ സംബന്ധിച്ച് പല സാഹചര്യത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇട്ടുപോകേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നും അല്ലാതെ ആയിട്ട് വട്ടപൂജയിൽ നിന്ന സമയം ഉണ്ടായിട്ടുണ്ട്, മുന്നിലൊരു ചോദ്യചിഹ്നമായി നിന്ന സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരടി ഞാൻ പിറകോട്ട് വെച്ചിട്ടില്ല, വെച്ചടി ഞാൻ ഒന്നും കൂടെ മുന്നോട്ട് വെക്കുകയേ ചെയ്തിട്ടുള്ളൂ. പോരായ്മകളും അതേപോലെ ഫാൾട്ടുകളും വന്നിട്ടുണ്ടെങ്കിൽ ആ പോരായ്മ പിന്നെ ഞാൻ വരാനുള്ള അവസരം കൊടുക്കാറില്ല. അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ കണക്കാക്കാറുള്ളത്. എനിക്ക് ഈ ഒരു സംരംഭത്തിലൂടെ രക്ഷപ്പെടാനുള്ള ആയുസ്സും ആരോഗ്യവും ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് ഞാൻ അങ്ങേയറ്റം പ്രാർത്ഥിക്കാറുണ്ട്. ബാക്കി കാര്യങ്ങൾ അതിന്റെ വഴിയെ വന്നോളും. നമ്മൾ എന്തെങ്കിലും ഒരു എഫേർട്ട് ഈ ഭൂമിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് ഒരിക്കലും നമുക്ക് കിട്ടാതെ പോകില്ല. അത് നമ്മൾ 100% മനസ്സിലാക്കിയെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് ആ ഒരു മനസ്സ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം, എനിക്ക് വിജയം ഇതിലൂടെ തന്നെ തരും, പക്ഷെ ഞാൻ അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം എന്നൊരു ചിന്ത നമുക്ക് വേണം. ആ രീതിയിൽ പ്രവർത്തിച്ച 100% പല കഴിവുള്ള ആളുകളും ഈ ഒരു സംരംഭത്തിൽ വരുമ്പോൾ നിർത്തിപ്പോകാനുള്ള കാരണം എന്താണ്? ഇതൊന്ന് കിട്ടൂല എന്നൊരു ചിന്തയാണ്. പല സമയത്തും ഇതിന്റെ ഗ്രാഫ് വരച്ചിരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, തുടക്കത്തിൽ നമുക്ക് എഫേർട്ട് കൂടുതലായിരിക്കും, റിസൾട്ട് കുറവായിരിക്കും. അത് 100% ഉറപ്പ് തന്നെയാണ്. അപ്പൊ ഈ ഒരു സംരംഭം വിട്ടുപോകാതെ അതിന്റെ അച്ചീവ്മെന്റ്സ് എന്താണോ, നമ്മളെ വിജയം എന്താണോ, വിജയിക്കുന്നത് വരെ നമ്മൾ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായെങ്കിൽ ഇതിൽ വിജയിക്കാൻ കഴിയുള്ളൂ. ഫാസ്റ്റ് ആയിട്ട് വിജയിക്കണം, പെട്ടെന്ന് കോടീശ്വരനാകണം എന്ന ലക്ഷ്യത്തോടു കൂടി ഒക്കെ വന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ നമ്മൾ പെട്ടെന്ന് വിജയിക്കാൻ ഒരു കുറുക്കു വഴിയില്ല. അതിന് നല്ലോണം എഫേർട്ട് ഇട്ട് അതിനു വേണ്ടി നമ്മൾ നമ്മെ തന്നെ സമർപ്പിച്ച് മാനസികമായിട്ട് നമ്മൾ സ്വയം കത്തണം. അതായത് സ്വയം കത്തണം എന്ന് പറയുന്ന സമയത്ത് മണ്ണെണ്ണ ഒഴിച്ച് കത്തലല്ല നാം പറയുന്നത്. അത് സ്വന്തം നമ്മളെ ഒരാള് ഇങ്ങനെ പുഷ് ചെയ്യാനില്ലാതെ തന്നെ നമ്മൾ ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് സ്വയം കത്തിക്കൊണ്ടിരിക്കണം. ഒരിക്കലും നമ്മളുടെ ആവേശം കുറഞ്ഞു പോകരുത്. എന്തൊരു കാര്യം എന്നോട് നിഷാന്ത് സാറ് അങ്ങനെ ചെയ്തോളി ഇങ്ങനെ ചെയ്തോളി എന്ന് പറഞ്ഞാലും കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ തരാന്നല്ലാതെ എന്നെ തന്നെ ഞാൻ ഇതിൽ മോഡുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏത് സമയത്തും ഞാൻ എന്റെ ടീമിനോട് ആരോടാണെങ്കിലും, ഇനി പുറത്തൊരു ടീമിനോടാണെങ്കിലും എന്ത് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഞാൻ എന്ത് ചെയ്യലില്ല, ഒന്ന് ആകെ ലൂസാക്കിയിട്ട് സംസാരിക്കാറില്ല. ഇതുകൊണ്ട് വിജയിക്കാൻ പറ്റും, നീ ചെയ്തോ എന്നൊരു വിശ്വാസം അവർക്ക് കൊടുക്കാറാണ്. പല ടീമും പല മീറ്റിങ്ങുകളിലും പറയുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളെ കൂടെ വരട്ടെ, നിങ്ങളെ ടീമിൽ ഞാനും ജോയിൻ ചെയ്യട്ടെ, നിങ്ങളെ ആണ് ഒപ്പം നിണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റിയിരുന്നു എന്നുള്ളത് പറയാറുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഏറ്റവും ബെറ്ററായ സ്ഥലത്താണ് പഠിച്ചോ നിങ്ങളെ എത്തിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ തിരിച്ചറിയാം, നിങ്ങളുടെ കൂടെ നിന്ന് അവരെ കൂടെ നിന്ന് പ്രവർത്തിക്കുക. അവരത്ര നിങ്ങൾ വിജയിക്കണം എന്ന് ആഗ്രഹമുള്ള വേറെ ഒരാളും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പല പോരായ്മകളും ഒരു പക്ഷേ വന്നേക്കാം. അത് പോരായ്മകളൊക്കെ നികത്തിയിട്ട് എന്നിൽ എന്ത് മാറ്റം വരുത്തണം എന്ന് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവിടെ തന്നെ നിന്ന് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കുള്ള വ്യക്തികളെ പഠിച്ചാൽ വേറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും.
ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ പാടുള്ളൂ. പുതിയതായി വന്ന ആളുകളോട് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ കാരണം, പുതിയ ലീഡർമാരൊന്നും തന്നെ നിങ്ങളെ മറ്റൊരു ടീമിലേക്ക് വലിക്കുന്ന രീതിയിലുള്ള പ്രവണത കാണാറില്ല. എന്നാൽ പുതിയതായി ജോയിൻ ചെയ്ത ആളുകൾ, പല ആളുകൾക്കും ഉണ്ടാവുന്ന പ്രശ്നം, നമ്മൾ നാട്ടിൽ ഈ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെ കൂടെ വന്ന അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ മറ്റ് ടീമിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാവും. എന്റെ ടീമിന് ഞാൻ കൊടുക്കുന്ന നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ കുട്ടികളെ ഒരാൾ ജോയിൻ ചെയ്ത ആളുടെ പിന്നാലെ നിങ്ങൾ പോണ്ട. നിങ്ങൾ ജോയിൻ ചെയ്ത ആളുകളുടെ പിന്നാലെ മാത്രം നിങ്ങൾ പോയാൽ മതി. അവർക്ക് വേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്താൽ മതി. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേറെ അപ്ലൈമാരുണ്ടാവും, അവരെ ടീമിനെ നോക്കാൻ വേറെ അപ്ലൈമാരുണ്ടാവും. അവരെ മുന്നോട്ട് പോന്നോളി എന്നൊരു വാഗ്ദാനം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി ആദ്യത്തെ കാര്യത്തിലേക്ക് തന്നെ പോകാം. 3 മാസം 90 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ തന്നെ എന്റെ അപ്ലൈനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്ലൈൻ എന്താ വിചാരിക്കുക എന്നൊരു ചിന്ത കൂടാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നിങ്ങൾ അപ്ലൈനെ നിങ്ങൾ വിളിക്കണം. അപ്ലൈനോട് കാര്യങ്ങൾ അന്വേഷിക്കണം. നമ്മൾ തുടക്കത്തിൽ നമ്മളെ ഇഷ്ടത്തിന് പലതും ചെയ്തു കഴിഞ്ഞാൽ അപ്ലൈനോട് ചോദിച്ച കാര്യം, മെന്ററോട് ചോദിച്ച് തീരുമാനം എടുത്തൊരു കാര്യം നമ്മൾ അതിൽ വെള്ളം കൂട്ടിയിട്ട് നമ്മളുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകലല്ല. അപ്ലൈൻ എന്താണോ പറഞ്ഞത് അത് പല സമയത്തും ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആ തീരുമാനത്തോട് കൂടെ തന്നെ മുന്നോട്ട് പോകണം. അപ്ലൈൻ അറിയില്ല നമ്മളിതിൽ ലൂസാക്കിയ കാര്യം, അപ്ലൈൻ അറിയില്ല വെള്ളം കൂട്ടിയ കാര്യം, പക്ഷെ അപ്ലൈൻ പറഞ്ഞു കൊടുത്തതിന്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് ബാക്കി നമ്മളും കൂടെ കൂട്ടിയിട്ട് ചെയ്യുന്ന രീതി നിങ്ങൾ ഒഴിവാക്കുക. ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും വിജയിക്കൂല. അപ്ലൈൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് അത് ഫോളോ ചെയ്ത് തന്നെ അത് വേണ്ട രീതിയിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മളുടെ ടീമിനെ വളർത്താൻ ശ്രമിക്കുക. പിന്നെ പറയാനുള്ളത്, പതിവായി നമ്മൾ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക. പ്രോഗ്രാമുകളിൽ പിന്നെ പുതിയതായി വന്ന ആളുകളെ പങ്കെടുപ്പിക്കുക, നമ്മളും പങ്കെടുക്കുക. നമ്മളെ ടീമിനെ പുതിയതായി വന്ന ആളുകളെ നമ്മൾ ഈ ഒരു സംരംഭത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് പല ആളുകളും ചെയ്യാറുള്ളത്, നമുക്ക് മീറ്റിങ്ങിന് വരാൻ സമയം ഉണ്ടാവില്ല. നമുക്ക് മീറ്റിങ്ങിന് വരാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ കൂടെ വന്ന ആളുകളെ മീറ്റിങ്ങിന് കയറ്റൂല. ഒരു വട്ടം ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തിയെ മിനിമം ഒരു 3 തവണയെങ്കിലും നമ്മൾ GTS പങ്കെടുപ്പിക്കണം. പുതിയതായി വന്ന ആളുകളെ GTS പങ്കെടുപ്പിച്ചില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഇതിൽ നിലനിൽക്കാൻ കഴിയൂല. തുടർച്ചയായിട്ട് 3ഓ 4ഓ തവണ നമ്മൾ പോണ്ടേ. നമ്മൾ പോയാലല്ലേ നമ്മളെ ടീമിനെ പങ്കെടുപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ഈ ആഴ്ച വരുന്നില്ല, ഈ എന്താച്ചാ ചെയ്തോന്ന് അറിയുമ്പോ ഇത്രയേ ഉള്ളൂ ഇവർക്ക് ഈ ഒരു സംരംഭത്തിനെ കുറിച്ച് എന്നൊരു ചിന്ത വരും. തുടർച്ചയായിട്ട് നമ്മൾ ആ വ്യക്തിയെ കൊണ്ടുപോകണം. നമ്മൾ പോയിട്ട് അവരെ കൂടെ നമ്മൾ ഇരുന്നിട്ട് നമ്മളും സംരംഭത്തിൽ പഠിക്കേണ്ട പാഠങ്ങൾ നമ്മൾ പഠിക്കണം. ഡയറിയുമായിട്ട് പോയി NDOകളിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ, എന്നോട് ഡയറി ഒന്നും കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഡയറി ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഡയറി എടുക്കാതെ നമ്മളുടെ കൂടെ വന്ന ആളുകൾ ഡയറി എടുക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നലെ പോലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന സമയത്ത് എന്റെ കയ്യിലൊരു ഡയറി ഞാൻ കയ്യിൽ വെക്കാതിരിക്കൂല. എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് കുറിച്ച് വെക്കണമെങ്കിൽ അപ്പൊ വേറൊരാളോട് ചോദിക്കാൻ നിൽക്കാതെ അവനവന്റെ കയ്യിലൊരു ഡയറി നിർബന്ധമായിട്ടും കയ്യിൽ വെക്കുക. അത് എന്ത് പ്രോഗ്രാമിനും, അതായത് ഒരു GTSനൊന്നല്ല, ഒരു NDO, അതായത് നമ്മുടെ ലീഡേഴ്സ് മീറ്റിംഗ്, കോർ ടീം മീറ്റിംഗ്, ഇങ്ങനെ എന്ത് സംഭവം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിലൊരു ഡയറി സൂക്ഷിക്കുക. പുറത്തേയില് പോകുമ്പോഴും ബിസിനസിന്റെ ടൂള് നിങ്ങളെ കയ്യിൽ സൂക്ഷിക്കുക. അതായത് ഒരു ബിസിനസിന്റെ പ്ലാൻ പറയാനുള്ള ഒരു ബുക്ക് നിങ്ങളെ കയ്യിൽ വേണം, പ്രൊഡക്റ്റിന്റെ ഇതുള്ള ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിൽ വേണം, കൊടുത്തു പോരാൻ ഒരു കാറ്റലോഗ് നിങ്ങളെ കയ്യിൽ വേണം. അതേപോലെ തന്നെ ജോയിൻ ചെയ്യാനുള്ള ജോയിനിങ് ഫോം വേണം. ജോയിൻ ചെയ്യിപ്പിച്ച ആളെ കൊണ്ട് തന്നെ പല സ്ഥലത്തും പല രീതിയിലുള്ള ആളുകളാണ് നമുക്ക് കാണാനുണ്ടാകുക. ആ സമയത്ത് അവരെ കൊണ്ട് ഓർഡർ ഫോമിൽ ജോയിൻ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഓർഡർ ഫോമിൽ ഓർഡർ ഇട്ടിട്ട് പൈസയും വാങ്ങി പോരുന്ന സമ്പ്രദായം നടക്കാറുണ്ട്. അതിനെന്ത് വേണം? ഓർഡർ ഫോം വേണം കയ്യിൽ. അവരെ ഇഷ്യൂ എന്താണോ അതിനുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിയെടുത്തിട്ട് അവർക്ക് ബില്ലിട്ട് കൊടുക്കണമെങ്കിൽ അവരുടെ കയ്യിൽ കിട്ടുന്ന ബില്ല് ഇതാണ്, ബുക്കത്തെ ബില്ല്, ഇത് MRP വിലയാണ്. ഇത് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്, അവർക്ക് പുതിയത് വന്നൊരു വ്യക്തിക്ക് MRP വില എത്രയാണ്, ഇത് ഡിസ്ട്രിബ്യൂട്ടർ ID നമുക്ക് കിട്ടുന്ന വില എത്രയാണ്, ഈ രണ്ടിന്റെ ഡിഫറൻസും പറയാതെ 95 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഒക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ രണ്ടിന്റെ വ്യത്യാസം മാറ്റി പറഞ്ഞു കൊടുക്കുക. അത് ഒരിക്കലും ആ വ്യക്തി അത് വാങ്ങൂല. അപ്പൊ അതിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളതും, അതേപോലെ ആ പ്രൊഡക്റ്റ് നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് വാങ്ങിയാലും നിങ്ങൾക്ക് ഈ വിലക്ക് കിട്ടുള്ളൂ എന്നുള്ളതും, നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ID നിങ്ങൾക്ക് ഇത് വാങ്ങാനുള്ള ഒരു അവസരം ഉണ്ട് എന്നുള്ളതും അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് 100% അവര് 2950 95 വാങ്ങാനും നമ്മളുടെ കൂടെ എന്തായാലും നിൽക്കും. അപ്പൊ ആ കാര്യത്തിന് ഒരിക്കലും ആരും ബേജാറാണ്ട. നമുക്ക് ചെയ്യാനുള്ള കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് വരിക. അപ്പൊ അത് പ്രോഗ്രാമുകളിൽ നമ്മൾ പങ്കെടുക്കുക, പതിവായി അപ്ലൈനെ കാണുക, പുസ്തകങ്ങൾ വായിക്കുക, അതേപോലെ ബിസിനസ്
വിട്ടുപോകാതെ, ഈ സംരംഭം വിട്ടുപോകാതെ പിടിച്ചു നിൽക്കും. ഈ ഒരു സംരംഭത്തിൽ ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാകും, പിന്നെ നമുക്ക് റിസൾട്ട് കുറച്ച് കുറഞ്ഞിരിക്കാം. ഈ ആഴ്ച ആക്റ്റീവായിട്ട് ഫുൾ ടൈം ആയിട്ട് 6 ദിവസം നിങ്ങൾ വർക്ക് എടുത്തു, 6 ദിവസം നിങ്ങൾ വർക്ക് എടുത്തു, അല്ലെങ്കിൽ 7 ദിവസം നിങ്ങൾ വർക്ക് എടുത്തു, ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു റിസൾട്ടും ഇല്ല. ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. അടുത്ത ഒരാഴ്ച, ഈ ആഴ്ചത്തെ റിസൾട്ടും കൂടെ നിങ്ങൾക്ക് അടുത്ത ആഴ്ച കൂട്ടി കിട്ടും. അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇപ്പൊ ഒരാഴ്ച ഓടി, ഇത്ര റുപ്യ എനിക്ക് പെട്രോൾ അടിക്കാനായി, ഇത്ര എനിക്ക് ചെലവായി, എനിക്ക് ടീമിന് വേണ്ടി ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്തു, എന്തേ ഇപ്പൊ കിട്ടിയത്? ഈ ആഴ്ച ഒന്നും കിട്ടിയില്ല. ഈ ചിന്തയാണ് പല ആളുകൾ ഈ സംരംഭത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള കാരണം. പക്ഷെ ഈ ആഴ്ചന്റെ റിസൾട്ട് അടുത്ത ആഴ്ചയും കൂടെ ഈ ഒരു സംരംഭത്തിൽ നിന്ന് ടീമിനെ കൂട്ടിപ്പിടിച്ച് ചെയ്താലല്ലേ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുള്ളൂ. ആ ഒരു ചിന്ത മനസ്സിലില്ലാതെ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടാണ്, റിസൾട്ട് ഒന്നുമില്ല. അതോടുകൂടെ ആളുകൾ നെഗറ്റീവായിട്ട് അവിടെ പോവുകയും ചെയ്യും. ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കരുത്. ഈ ഒരു 3 മാസത്തില് റിസൾട്ട് നോക്കാതെ മീറ്റിംഗ് വെക്കുക, റിസൾട്ട് നോക്കാതെ വർക്ക് എടുക്കുക, റിസൾട്ട് നോക്കാതെ നമ്മൾ കൂടെ നിന്ന് പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് 4ാമത്തെ മാസം നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്കുള്ള ലക്ഷ്യങ്ങൾ 3 മാസത്തിന്റെ ഉള്ളിൽ എന്താണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ? ആ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് അപ്ലൈനെ കൂട്ടിയിരുത്തിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് ഇന്ന ലക്ഷ്യങ്ങളുണ്ട്, ഇന്നത് എനിക്ക് നേടിയെടുക്കണം എന്നുണ്ട്. അത് നിങ്ങൾ അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്റെ ആഗ്രഹങ്ങൾ എന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു സംരംഭത്തിൽ വരുന്ന സമയത്ത് എന്നെ കൊണ്ട് മനോജ് സാറ് എഴുതിച്ച ഒരൊറ്റ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ഇതിൽ വിജയിക്കൂല എന്നുള്ളതൊന്നും ഇതാണ് ഇപ്പൊ ഈ ഒരു സംരംഭത്തിൽ വന്നത്, ഇത് എത്രത്തോളം വിജയിക്കാൻ പറ്റും? ഒരു എന്താ പറയാ, പുറത്തിറങ്ങാത്ത വീടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടിയ ഒരു വീട്ടമ്മ എത്രത്തോളം ഇതിൽ വിജയിക്കും? എന്നെ കണ്ട സമയത്ത് മനോജ് സാർ വിചാരിച്ചിട്ടുണ്ടോ, പഠിച്ചോനെ ഇതിലൂടെയൊക്കെ ഡയമണ്ട് ആകെ എന്നത്തെ കാലം പോകുന്നു വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്നോട് മനോജ് സാർ ചോദിച്ച ഒരൊറ്റ ചോദ്യം എന്താണ്? ആയിഷക്ക് ഈ ബിസിനസ്സിൽ വന്ന് എന്ത് കിട്ടണം, എന്താണ് വേണ്ടത്? ആ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, പലതവണ ഞാൻ പറയാറുണ്ട്, സാറേ എനിക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ എനിക്കൊരു സ്കൂട്ടറാണ് വേണ്ടത്. ഞാൻ എന്താ ചെയ്തത്? ഈ ഒരു സംരംഭത്തിൽ വന്ന് എന്റെ ഒരു ഹോം മീറ്റിംഗ്, 10,000 റുപ്യന്റെ പ്രൊഡക്റ്റ് വാങ്ങി ഒരു ഹോം മീറ്റിംഗ് വെച്ചു, കുറച്ച് ഉൽപ്പന്നങ്ങൾ വിറ്റു. ഇതേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്റെ ഫ്യൂച്ചർ എന്താണ്, എനിക്ക് ഇതിലൂടെ നേടേണ്ടത്, എന്റെ സ്വപ്നങ്ങൾ എന്താണെന്നുള്ളത് ചെകഞ്ഞ് പുറത്തെടുത്തേക്കാം മനോജ് സാർ. ഞാൻ പറഞ്ഞതാണ്, സാറേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നല്ലോ, എന്താ വേണം ചോദിക്കണത്, എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നത് അതിനുള്ള അവസരത്തിൽ ഉള്ളത് കൊണ്ടാണല്ലോ. സാറേ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടത് ഒരു സ്കൂട്ടറാണെന്ന് പറഞ്ഞു. എങ്കിൽ അത് എത്ര കാലത്തിന്റെ ഉള്ളിൽ നേടിയെടുക്കാനാണ് ആയിഷ ആഗ്രഹിക്കുന്നത്? എന്താണ് ഈ സംരംഭം എന്നുള്ളത് പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് എത്രയാണ് സാറേ, എനിക്കതൊരു 3 മാസം കൊണ്ട് ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ കിട്ടണം എന്ന് പറഞ്ഞു. ഈ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ അതൊരു എന്താ പറയാ, ഒരു ടീം മീറ്റിംഗ് കൂടിയ സമയത്താണ് ഈ കാര്യം ഞാൻ പറഞ്ഞത്. അത് ടീമിന്റെ മുന്നിൽ നിന്നെ കൊണ്ട് വെളിപ്പെടുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടി മനോജ് സാർ ഉണ്ടായിട്ടുണ്ട്. മനോജ് സാർ എന്ത് ചെയ്തു? മീറ്റിംഗ് എടുത്ത സമയത്ത് വലിയൊരു ഹോൾ മീറ്റിംഗ് അന്ന് എറണാകുളത്ത് വെച്ച് ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് സാറാ സ്റ്റേജിൽ നിന്നിട്ട് സംസാരിപ്പിച്ചു. ആയിഷക്ക് ആയിഷ എന്ത് വേണമെന്നാ അന്ന് പറഞ്ഞത് ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്കൂട്ടർ വേണം സാറേ. എത്ര കാലം കൊണ്ട് ചോദിച്ച സമയത്താണ് 3 മാസം കൊണ്ട് എന്ന് പറഞ്ഞത്. ആ 3 മാസം കൊണ്ട് ഞാൻ ആ സ്റ്റേജിൽ നിന്ന് ഡിക്ലെയർ ചെയ്തത് കൊണ്ട് മാത്രമാണ് 2 മാസം തികയുന്നതിന്റെ മുന്നേ ഞാൻ ഒരു സംഭവം വാങ്ങി. അപ്പൊ അത് നമ്മൾ പറയാൻ തയ്യാറ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയൂല. അപ്പൊ നിങ്ങൾ അപ്ലൈനെ കൂട്ടിയിരുത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ പറയാം. അപ്ലൈൻസും നമ്മളെ ടീമിനെ കൂട്ടിയിരുത്തിയിട്ട് അവരുടെ പ്ലാൻ എന്താണ്, അവര് ഡ്രീം എന്താണെന്നുള്ളത്, അത് നേടിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും, എത്ര പേരെ കാണാനുണ്ട് എന്നുള്ളതും, ഈ ആഴ്ച എത്ര പേരെ കാണാൻ പറ്റും എന്നുള്ളതും, ഈ ഒരു മാസത്തിൽ എത്ര രൂപയുടെ കച്ചവടം അതിന് കൊണ്ടുവരണം എന്നുള്ളതും നമ്മൾ ടാർഗറ്റ് ചെയ്ത് ഓരോ ആഴ്ചയിലും കൊടുക്കേണ്ട തുടക്കത്തിൽ തന്നെ കൊടുത്ത് ശീലമായി കഴിഞ്ഞു തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയും നമുക്ക് തുടക്കത്തിൽ തന്നെ വരുമാനം കാണിച്ചെടുക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ കഴിയും. തുടക്കത്തിൽ തന്നെ നേട്ടം കിട്ടിയ ഏതൊരാളും ഈ ഒരു സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യം ഉണ്ടാവും. അതേപോലെ തന്നെ ഈ സംരംഭത്തിലൂടെ 100% വിജയിക്കും എന്നൊരു കോൺഫിഡൻസ് നമ്മളുടെ സംസാരത്തിൽ നിന്ന് അവർക്ക് കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനും നമ്മൾ സ്വന്തം ചെയ്യാനും അപ്ലയൻസ് ചെയ്തെടുക്കാനും തയ്യാറാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ നമ്മെ വിട്ടു പോകൂല. ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഇത് നല്ലൊരു പൊസിഷനിൽ 1 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു ഇതിലിന്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റും. പിന്നെ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചുള്ള പ്രോഗ്രാമുകളിൽ മുടങ്ങാതെ പങ്കെടുക്കുക. അതേപോലെ തന്നെ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മുഴുവനും, അതായത് നമ്മൾ ലിമിറ്റ് വെക്കാതെ നമുക്ക് എത്രത്തോളം ചെയ്യുന്നതിന്റെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ടിക്കറ്റ് വാങ്ങിയെടുക്കുക.
ടിക്കറ്റ് വാങ്ങിയെടുത്തിട്ട് അത് ടീമിന് വേണ്ടി ഓരോ ടീമിന്റെ കയ്യിലും എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിന് വേണ്ട പൈസ കളക്ഷൻ എടുക്കണമെങ്കിൽ കളക്ഷൻ എടുത്തിട്ട് ആ ഒരു പ്രോഗ്രാമിൽ എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടാൻ തയ്യാറാണോ അത്രത്തോളം നമുക്കാണ് വിജയം. അതിന് വേണ്ടിയിട്ട് ടീമിനെ അവര് ആ ഒരു പ്രോഗ്രാമിൽ എത്തുന്നത് വരെ അവരെ കൂടെ നിൽക്കുക. വണ്ടി ഏർപ്പാടാക്കണമെങ്കിൽ വണ്ടി ഏർപ്പാടാക്കണം, അവരെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ കൂടെ പോകണം. അവർക്ക് എത്തേണ്ട കാര്യങ്ങൾ, അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ പ്രോഗ്രാമിൽ അവർ കയറുക എന്നുള്ളത്, അതും നേരത്തെ കയറുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് കയറുന്നത് വരെയുള്ള എഫേർട്ട് നമ്മൾ ഇടണം. കയറി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ച് ക്യാഷ് വാങ്ങാന്നുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അപ്പൊ നമ്മൾ കയറിയ സമയത്ത് കറക്റ്റ് സമയത്ത് തന്നെ മീറ്റിങ്ങിന് എത്തിക്കുക. മീറ്റിങ്ങിന് എത്തിയ ഒരാളെ ആ 24 മണിക്കൂറിന്റെ ഉള്ളിൽ അയാളെ പോയി ഫോളോ അപ്പ് ചെയ്യുക. അത് കറക്റ്റ് സമയത്ത് തന്നെ അതിന്റെ ക്ലോസിങ് കൊടുക്കുക. പല ആൾക്കാർക്കും മീറ്റിങ്ങിന് കയറ്റും, അതിന്റെ ക്ലോസിങ് നടത്താൻ വൈകിക്കും, അല്ലെങ്കിൽ ക്ലോസിങ്ങും നടത്തും, അവരെ പിന്നെ തിരിഞ്ഞു നോക്കൂല, വേറൊരാളിലേക്ക് പോകും. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ ചെയ്യാനുള്ളത് പേപ്പർ വർക്കുകളാണ്. ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവനെ കിട്ടിയല്ലോ, ഇനിയിപ്പോ അവനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, KYC അതേപോലെ ID ആക്റ്റീവ് ആയിക്കണം നോക്കല്, ഇതൊന്നും നോക്കാതെ നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ ഒരു ടീമിനെ നിങ്ങളെ ഡയറിയിൽ എഴുതിയിട്ട് ഒരാളെ ID നമ്പർ നിങ്ങളുടെ ഡയറിയിൽ ഉണ്ടാവുക. ആ ID നമ്പർ അടിച്ച ആളെ KYC നമ്മളുടെ ഈ പ്രൂഫ് ഒക്കെ ആക്ടിവേഷൻ ആയിട്ടുണ്ടോ നോക്കുക. അതേപോലെ ആക്ടിവേഷൻ ആക്കാൻ കൊടുത്തിട്ടുണ്ട് എന്ന് നോക്കാതിരിക്കരുത്. ചില ആളുകളത് പാൻ കാർഡോ ആധാറോ ഏതെങ്കിലും ഒന്ന് ലിങ്ക് ആയിട്ടുണ്ടാവും, രണ്ടെണ്ണം ലിങ്ക് ആയിട്ടുണ്ടാവും, ഒന്ന് ലിങ്ക് ആയിട്ടുണ്ടാവില്ല. ഇതൊക്കെ കറക്റ്റ് നോക്കുക. അവർക്ക് വരുമാനം കിട്ടണില്ല എന്നുള്ള പരാതി വരുമ്പോഴാവും നമ്മളിത് നോക്കുക. അപ്പൊ അത് KYC ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കാതെ KYC ആക്ടിവേഷൻ ആണോ എന്നുള്ളതും കൂടെ നോക്കുക. അതേപോലെ തന്നെ ഐഡിയും തന്നെ കംപ്ലീറ്റ് ചെയ്യാത്ത ഐഡികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ ID കട്ടാക്കി പോകാതെ സൂക്ഷിക്കുക. വർഷത്തിലൊരിക്കൽ ആ ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ ID പുതുക്കാനുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മളെ ഒട്ടുമിക്ക ആളുകൾക്കും പറ്റുന്ന ഒരു പിഴവ്, നമ്മളുടെ ടീമില് ബെറി സ്റ്റാർ ആകും, ബെറി ഡബിൾ സ്റ്റാർ ആകും, ഫാസ്റ്റ് ട്രാക്കർ ആകുന്നതിന്റെ വക്ക് വരെ എത്തിയിട്ടുണ്ടാവും. എന്ത് ചെയ്യൂല, 1000 രൂപയുടെ പർച്ചേസിങ് നടത്തൂല. 1000 രൂപയുടെ പർച്ചേസിങ് നടത്താൻ കമ്പനി നമുക്ക് പല സമയത്തും ഇൻഫർമേഷൻ തരുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യാ, ഫാസ്റ്റ് ട്രാക്കർ ആയതിനു ശേഷം ID പുതുക്കിയാൽ മതിയല്ലോ എന്നുള്ള ചിന്തയിലായിരിക്കുക. ഒരിക്കലും ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ID പുതുക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ട്രാക്കർ ആകാൻ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമല്ല. നിങ്ങൾ വെറി ഡബിൾ സ്റ്റാർ ആയ ഉടൻ തന്നെ നിങ്ങൾ 1000 രൂപയുടെ പർച്ചേസിങ് നടത്തൽ ശീലമാക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ പല ആളുകൾക്കും വരുമാനം പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. ഫാസ്റ്റ് ട്രാക്കർ ആയി കഴിഞ്ഞിട്ട് അവരുടെ വരുമാനമൊക്കെ പോയതിനു ശേഷമാണ് അവരെന്ത് ചെയ്യുക, ഈ വരുമാനം കിട്ടണില്ലല്ലോ, അണ്ടർ പ്രോസസ്സിൽ കാണുന്നുണ്ട്, കിട്ടണില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ പല ആളുകൾക്കും ഉണ്ടാവും. കുറച്ചു കാലം കഴിയുമ്പോൾ ആ വരുമാനം കട്ടാവും. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക. വെറി ഡബിൾ സ്റ്റാർ ആയി കഴിഞ്ഞാൽ തൊട്ട് തന്നെ നിങ്ങൾ 1000 രൂപയുടെ പർച്ചേസിങ് സീലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിലും അത് അവർക്ക് ശീലാവും. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ടാർഗറ്റോട് കൂടെ മാത്രം എന്ത് ചെയ്യുക, കമ്പനി നമുക്ക് ടാർഗറ്റ് തരുന്നില്ല. കമ്പനി നമുക്ക് ടാർഗറ്റ് തരുന്നില്ലെങ്കിൽ നമുക്കൊരു ടാർഗറ്റ്, തീർച്ചയായിട്ടും നമുക്കൊരു ടാർഗറ്റ് വേണം. നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഇതിലൂടെ വിജയിക്കാൻ പറ്റും. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാണ്. എന്റെ ടീമിലൂടെ ഉണ്ടായ ഒരു അനുഭവങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ എനിക്ക് ഇടായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ ഈ ഒരു സൈഡിലായിട്ട്, ഇവിടെ ഈ ഒരു ചെവിയുടെ താഴത്തായിട്ട് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഒരു ഞരമ്പിനായിട്ട് ഒരു മുഴ ഉണ്ടായിരുന്നു. ചെറിയൊരു മുഴയായിരുന്നു, പക്ഷെ കുറച്ച് പ്രശ്നക്കാരിയായിട്ടുള്ള ഒരു മുഴയായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് സംസാരിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകും ഒരു പക്ഷേ, സംസാരിക്കുന്ന സമയത്ത് എനിക്കൊന്നും ഇങ്ങോട്ട് കുടുങ്ങുന്ന രീതിയിൽ, സംസാരം പുറത്തു വരാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് വരാറുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടറിനോട് പറഞ്ഞത് വോയിസ് റെസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാ പറഞ്ഞിരുന്നത്. കാരണം സംസാരിക്കരുത് എന്ന് പറഞ്ഞതായിരുന്നു. നമ്മളുടെ ഈ ഒരു സംരംഭത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്, മറ്റുള്ളവരോട് സംസാരിക്കുക എന്നുള്ളതാണ് അല്ലെ. 6ഉം 7ഉം പ്ലാനൊക്കെ നമ്മൾ ഒരാളോട് ഒരു ദിവസം പറയുന്ന സമയത്ത് 8ഉം 10ഉം പ്ലാൻ വരെ പറഞ്ഞിട്ടുണ്ട്. ഒരാളോട് നമുക്ക് പ്ലാൻ പറഞ്ഞ് ആ വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ മിനിമം അവരെ ക്ലോസിങ് നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും എടുക്കും. പറഞ്ഞാൽ പോയിട്ട് ഫലിപ്പിക്കാതെ നമുക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. ഒരു 1.5 മണിക്കൂറെങ്കിലും സംസാരിക്കും. ആ 1.5 മണിക്കൂർ വ്യക്തമായിട്ട് അയാൾക്ക് ഒരു ധാരണ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് വേണം. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഒരു 5-8 ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടായിരുന്നു. ഞാനിത് ഡോക്ടർമാരൊന്നും അധികം കാണിക്കാറില്ല, മരുന്നുകളൊന്നും കഴിക്കാറില്ല. നമ്മളുടെ പ്രൊഡക്റ്റ് ഇതിൽ വന്നതിന് ശേഷം അസുഖങ്ങളൊന്നും വരാറില്ല. അങ്ങനെ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത്
ഞാൻ കഴിക്കാൻ തീരുമാനിച്ച പ്രൊഡക്റ്റുകൾ ഞാൻ ഡോക്ടർ നിർദ്ദേശം നേടി എന്തൊക്കെ ഞാനൊരു ടെസ്റ്റിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ടെസ്റ്റിന് പോകാൻ വേണ്ടി തീരുമാനിച്ച സമയത്താണ് അറിയുന്നത് ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ ഇന്നതാണെന്ന് അറിയും. ഇന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ, കീമോ കൊടുക്കുക, അതേപോലെ റേഡിയേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ തന്നെ അതിനുള്ള പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അപ്പൊ അത് കഴിച്ചതിന് ശേഷം ചെയ്താൽ മതി എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് നല്ല സംസാരിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാതെ പിന്നെ ഒരു അനക്കം എനിക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ പ്ലാൻ പറയുന്ന സമയത്ത് എന്റെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഒപ്പം പോകുന്ന ലീഡേഴ്സ് ഒക്കെ തന്നെ എനിക്ക് വേണ്ട വെള്ളം അവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവും. കുറച്ച് സമയം സംസാരിക്കുന്ന സമയത്ത് സ്റ്റക്ക് ആവും. ആ സമയത്ത് എനിക്ക് സൗണ്ട് തന്നെ പോണ പോലെ ഫീൽ ചെയ്യും. അപ്പൊ ആ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ഇന്നലക്കൊക്കെയാണ് 3 മാസം തികഞ്ഞത്. 95ഉം ഡയലി ഡിറ്റോക്സും നാക്സിയും സ്പൈലിന ഗോൾഡും ഞാൻ കഴിച്ചിരുന്നു. ഈ പ്രൊഡക്റ്റ് തുടർച്ചയായിട്ട് കഴിച്ചു. എനിക്ക് 1 മാസം കഴിച്ചപ്പോൾ തന്നെ നല്ല ആശ്വാസം തോന്നിയിരുന്നു. ഈ വിരലുകൊണ്ട് ഇങ്ങനെ കുത്തിയാൽ പോലും ആ സംഭവം ഇവിടെ എനിക്ക് കാണുന്നില്ല, എനിക്ക് അറിയാനും ഫീൽ ചെയ്യണില്ല. ഈ ഒരു ഞരമ്പിന് ഇങ്ങനെ പോണ ഒരു ഞരമ്പുണ്ടല്ലോ, അതിന്റെ ഈ കുറ്റിയിലായിട്ട്. എന്തായാലും എന്റെ വീട്ടുകാർ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു, ഭയങ്കര ബഹളത്തിലായിരുന്നു. നിന്റെ പ്രൊഡക്റ്റ് ഒക്കെ ഈ കഴിച്ചോ, പക്ഷെ ടെസ്റ്റുകൾ നടത്തണം എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണോ അറിയേണ്ടത്, അതോ നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല എന്നുള്ളതാണോ അറിയേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അതിന് നേരിടാൻ ഞാൻ തയ്യാറാണ്. അത്ര പെട്ടെന്നൊന്നും ഇന്ന അസുഖത്തിനെ കീഴടക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞത് എന്റെ വിശ്വാസം, നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണം. എന്ത് അസുഖത്തിനും 70% നമ്മൾ ധൈര്യമാണ്, 70% നമ്മളുടെ മനസ്സാണ്, അത് 30% മരുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ തീരുമാനിച്ച് എനിക്ക് ദൈവം തമ്പുരാൻ തന്നൊരു അവസരമാണ്. പെട്ടെന്നൊന്നും ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് റിസ്കുകൾ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരുപാട് പരീക്ഷണങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ പരീക്ഷണങ്ങളൊക്കെ മുന്നോട്ട് പോണ സമയത്തും ഇതിലെന്തായാലും ഇന്നെ വിജയിപ്പിക്കും, എന്നിലൂടെ ഒരുപാട് ആളുകളിലേക്ക് അവസരം എത്തിക്കും, എനിക്കും എന്റെ കുടുംബത്തിന് ഇതിലൂടെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എന്റെ മനസ്സിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് എത്ര റിസ്ക് ഉണ്ടെങ്കിലും എത്ര എഫേർട്ട് ഇടാനാണെങ്കിലും ഞാൻ അതിന് തയ്യാറുമാണ്. ഇനി ഒരുപാട് പരീക്ഷണങ്ങൾ എനിക്ക് വന്നേക്കാം, അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്ക് തരണേന്നേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. ആ സമയത്ത് എന്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞത് 3 മാസം കഴിയട്ടെ എന്നിട്ട് ടെസ്റ്റ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളതല്ലേ അറിയേണ്ടത്, ആണെന്ന് പറഞ്ഞു. അവരൊക്കെ ഈ സംസാരം പറഞ്ഞ് എന്റെ അടുത്ത് ഒറ്റ കുട്ടികൾ വരണ്ടെന്നും പറഞ്ഞു. 3 മാസം തുടർച്ചയായിട്ട് നമ്മളെ പ്രൊഡക്റ്റ് കഴിച്ച് എനിക്കിന്ന് ആ ഒരു പ്രശ്നേ ഇല്ല. നിങ്ങളുടെ മുന്നിൽ ധൈര്യത്തോടെ കോൺഫിഡൻസോട് കൂടെ നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രത്തോളം എന്റെ ശരീരത്തിന് റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അത് കൂടാതെ എന്റെ ടീമിൽ ഒരുപാട് റിസൾട്ടുകൾ വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാം കൂടെ പറയാനുള്ള സമയമല്ല. പുതിയതായി വന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റിൽ നിങ്ങൾ വിശ്വസിക്കണം, കമ്പനിയിൽ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളെ കൂടെ വന്ന നിങ്ങളെ അപ്ലയൻസിനെ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കണം ഇതിൽ വിജയിക്കാൻ കഴിയുന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ പോണ സമയത്ത് എന്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. എന്റെ ഒരു അനുഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്വന്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അത് കൂടാതെ എനിക്ക് എന്റെ ഒരു ടീം, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഇന്ന് ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ എത്തിയിട്ടുണ്ട്. ആ വ്യക്തി തീരുമാനം എടുക്കാനുണ്ടായ ഒരു കാരണമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ആ വ്യക്തി ഏകദേശം ഈ ഒരു സംരംഭത്തിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് വിദേശത്ത് നിന്ന് വന്ന് ഇവിടെ നാട്ടിൽ സെറ്റിൽ ആവാന്ന് വിചാരിച്ച് വന്നതായിരുന്നു. പക്ഷെ 2 വർഷത്തോളം നാട്ടിൽ നിന്ന സമയത്ത് ഒന്നും ക്ലിക്ക് ആകാതെ എന്തൊക്കെ ചെയ്യണം എന്നറിയാതെ കുറച്ച് പൈസയൊക്കെ കയ്യിലുണ്ടെങ്കിലും എന്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു അവസരം എന്നിൽ നിന്നും കേൾക്കുന്നത്. എന്നിൽ നിന്ന് മറ്റൊരാൾ വഴി എന്നിൽ നിന്ന് കേട്ട സമയത്ത് ആ വ്യക്തി എന്നോടൊരു കാര്യം പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മോൾക്ക് റിസൾട്ട് വന്നു, അലർജി പ്രശ്നങ്ങൾ മാറിക്കിട്ടി, അതൊക്കെ. പക്ഷെ ഈ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 100% എനിക്ക് ചെയ്യായിരുന്നു. മേഡം, എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. എന്റെ ബാച്ചിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ഇന്ന് 50 വയസ്സിന് മുകളിലാണ്. ബാച്ചിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയുണ്ട്. ഇപ്പൊ കുട്ടിയല്ല, എന്നാലും അദ്ദേഹം പറയാണ്, എന്റെ കൂടെ പഠിച്ച വ്യക്തിക്ക് ഈ ഒരു ഉള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലേഡിയാണ്. അവള് 8 വർഷമായിട്ട് കിടപ്പിലാണ്. 8 വർഷമായിട്ട് കിടപ്പിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രോക്ക് വന്നതാണ്. സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അവള് സംസാരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ തിരിയില്ല. അതേപോലെ അവൾക്ക് പാർക്കിൻസൺസ് ഉണ്ട്, ഇങ്ങനെ കയ്യും കാലൊക്കെ ഇങ്ങനെ വിറക്കണ പ്രശ്നങ്ങളുണ്ട്. 490 ഷുഗർ ഉണ്ട്, കാലിന്റെ മുട്ടിന് താഴെ നന്നായിട്ട് മുറിവുണ്ട്. ഒരു പാവപ്പെട്ട ഫാമിലിയാണ്. ഞങ്ങള് ഗെറ്റ് ടുഗദർ ആഘോഷിച്ച സമയത്ത് 85 കുട്ടികൾ പഠിക്കുന്ന ഒരു ബാച്ച് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സില് അവര് എല്ലാരും കൂടെ കൂടിയിട്ട് ഇവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ ഫണ്ട് ഞങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയ സമയത്ത് പല ഹോസ്പിറ്റലും കാണിച്ചു. അവര് ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അവര് പറഞ്ഞത്, ഇതിനു വേണ്ടിയിട്ട് ഇനി നിങ്ങൾ പേരെടുത്ത നല്ല വലിയൊരു ഹോസ്പിറ്റൽ തന്നെയാണ്, പെരിന്തൽമണ്ണ ഹോസ്പിറ്റലാണ്.
പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞത്, നിങ്ങൾ ഇനി ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇത്രത്തോളം ഫാസ്റ്റിങ്ങിൽ ഷുഗറാണ്. 2 നേരം ഇൻസുലിൻ അടിക്കുന്നുണ്ട്, ആൾ എണീക്കാൻ വയ്യ, കാലിന്റെ മുട്ടാക്കിപ്പെട്ട് കംപ്ലീറ്റ് മുറിവാണ്, ശരീരം മൊത്തം പാർക്കിൻസൺസ് മൂലം ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് അവർ മടങ്ങി വന്ന് ഈ ക്യാഷ് ഇവരെ ഏൽപ്പിക്കണം എന്ന് വിചാരിച്ച് വീട്ടുകാവശ്യങ്ങൾക്കോ വീട് പണിക്കോ ഒക്കെ ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സംരംഭത്തിനെ കുറിച്ച് ഇയാളോട് പറയുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു, മാഡം ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഈ നമ്മളെ ഉൽപ്പന്നങ്ങൾ പറ്റുമോ, ഇവർക്ക് റിസൾട്ട് വന്നാൽ 100% ഞാൻ ഈ ഒരു സംരംഭം ഏറ്റെടുത്ത് ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്, നിങ്ങൾക്ക് ഇവരെ ഒന്ന് കാണാൻ പോരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു, എന്റെ കൂടെ ലേഡി ലീഡറേയും കൂടെ കൂട്ടിയിട്ട് കാണാൻ പോയി. അവര് ഒപ്പം പഠിച്ച 3 വ്യക്തികൾ, ആ ബാച്ചിൽ പഠിച്ച 3 വ്യക്തികൾ കൂടെ വന്നു. കൂടെ വന്നിട്ട് സംസാരിച്ച സമയത്ത് ഈ വ്യക്തിന്റെ കൈ ഇങ്ങനെ, ഞാൻ ചോദിച്ച സമയത്ത് എന്റെ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്ത സമയത്ത് ഇങ്ങനെ വിറച്ച് കിടക്കുന്ന കട്ടിലിൽ കിടക്കുന്ന സമയത്ത് കട്ടിലിൽ പോലും കിടന്ന് തുള്ളുന്ന സാഹചര്യമാണ് കണ്ടത്. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അവര് പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, മകളാണ് എത്തുന്നത് കാര്യങ്ങൾ സംസാരിക്കുന്നത്. 8 വർഷമായിട്ടുണ്ട് അമ്മ മാക്സിയുടെ സിബ് പോലും വലിച്ചിട്ട് എന്നുള്ളതാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അവരെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ സമയത്ത് ഞാൻ അവർക്ക് പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുത്ത പ്രൊഡക്റ്റ് 7500 രൂപന്റെ പ്രൊഡക്റ്റ് ഒറ്റടിക്ക് നിങ്ങളെ കൊണ്ട് ഇത് വാങ്ങിക്കാൻ കഴിയുമെന്ന് ചോദിച്ച സമയത്ത് എന്നോട് ഇവര് പറഞ്ഞത്, എത്ര രൂപന്റെ പൈസ ആയാലും മാറാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പിന്നെ ഞങ്ങൾ കൊടുത്തോണ്ട്, ഞങ്ങളെ ബാച്ചിൽ പഠിക്കുന്ന കുട്ടികൾ കൊടുത്തോണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് പ്രൊഡക്റ്റ് എഴുതി കൊടുത്തു. ദൈവത്തിന് എന്തൊക്കെ പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്താലും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടെ അവർക്ക് വേണം. നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈ പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കും ചെയ്യാന്ന് പറഞ്ഞു. അവർക്ക് നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റ് 95ഉം ഡയലി ഡിറ്റോക്സും പ്രോട്ടീൻ പൗഡറും ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് അവർക്ക് കൊടുത്തത്. ടൈബ ലൈഫും സ്പൈറലിന ഗോൾഡും 5 പ്രൊഡക്റ്റ് അവർക്ക് എഴുതി കൊടുത്തു. ചാമ്പിത്തൈലം എന്ന് പറഞ്ഞ തൈലവും കൊടുത്തു. ഏകദേശം ഒരു 10ന്റെ ചോട്ടിലായിട്ട് പ്രൊഡക്റ്റിന് പൈസയായി. അവർ ആ പ്രൊഡക്റ്റ് ഐഡിയിൽ, അമർ സാറിന്റെ ഐഡിയിൽ വാങ്ങിയെടുത്ത്, അമർ സാറാണ്, പറയാൻ പറ്റാത്ത ആളൊന്നുമല്ല, അവര് എപ്പോഴും ഏതൊരു അവസരത്തിലും പറയുന്ന വ്യക്തിയും കൂടിയാണ്, ഈ കാര്യം പറയാറുണ്ട്. അവർ ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുത്തു. 15 ദിവസം കഴിഞ്ഞ് 16ാമത്തെ ദിവസം ഉണ്ട് അവര് വിളിക്കുന്നു. ഉമ്മർ സാറിനെ അല്ല വിളിച്ചത്, ഇന്നെ വിളിച്ചത്. നമ്പർ കൊടുത്തിരുന്നു, മോൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം എന്നാണ്. അമ്മക്ക് പിന്നെ എന്ന് പറഞ്ഞു, എന്തേ ചോദിച്ചു. അല്ല അമ്മക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തേ ചോദിച്ചു. ആ സമയത്ത് എന്നോട് പറഞ്ഞു, നിങ്ങളെ കാണണം, നിങ്ങൾ ഈ ഏരിയയിൽ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്തേ കാണാൻ കാരണം, പ്രത്യേകിച്ച് എന്തേ, എങ്ങനെയാണ് അമ്മേന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ച സമയത്ത് പറയണം, അമ്മ സംസാരിക്കുന്നത് ഇച്ചിരി തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്, മറ്റത് സംസാരിക്കുന്ന സമയത്ത് തിരിയാറില്ലായിരുന്നു, നിങ്ങളെ കാണണം എന്ന് പറയുന്നുണ്ട് എന്നാണ്. അതിൽ അമർ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞു. തൊട്ടടുത്തൊരു മദ്രസയിൽ മീറ്റിംഗ് വെച്ച സമയത്ത് കാണാൻ പോയി. കണ്ട സമയത്ത് ഭയങ്കര സന്തോഷമായി ഉമർ സാർ. കാരണം ഈ ഒരു സംഭവം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്നറിഞ്ഞത് കൊണ്ട് തന്നെ ഉണ്ടായ ഒരു സന്തോഷമാണ്. ആ സമയത്ത് ഷുഗർ നോർമലാകാൻ നോക്കാൻ സമയമായിട്ടില്ല. അവര് പറഞ്ഞു, ഞങ്ങൾ ഷുഗർ ഒന്നും നോക്കട്ടെ, ആയിട്ടില്ല, നിങ്ങൾ 1 മാസം കഴിക്കുന്ന പറഞ്ഞു. 480 ഷുഗർ ഉള്ളത് 3-4 മാസം തുടർച്ചയായിട്ട് അവർ പ്രൊഡക്റ്റ് കഴിച്ചതിലൂടെ ഷുഗർ 2 നേരത്തെ ഇൻസുലിന് എന്ത് ചെയ്തു, നിർത്തലാക്കി. പതുക്കെയാണ് നിർത്തിയത്. ഞാൻ സമയം വൈകിയത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 4 മാസം തുടർച്ചയായിട്ട് നമ്മളെ പ്രൊഡക്റ്റ് കൊടുത്തു. അതിൽ ഓരോ മാസം ഷുഗർ നോർമൽ സ്റ്റേജിൽ വന്നു. ഇൻസുലിൻ പതുക്കെ 1 നിർത്തി, 2 നിർത്തി, മരുന്ന് നിർത്തി. ലാസ്റ്റ് 128 130ന്റെ ചോട്ടിലായിട്ട് ഷുഗർ ആയ സമയത്ത് 4 മാസമായപ്പോ ഈ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. കാലുമെല്ലാം മുറിവുകൊണ്ട് ഹീലിംഗ് ഓയിൽമെന്റ് കൊടുത്തിരുന്നു. കാല് മുറിവൊക്കെ മുഴുവനും ഉണങ്ങി. ആ വ്യക്തി എണീറ്റ് നടക്കുന്ന ഒരു സാഹചര്യം എന്റെ കണ്ണിലും ഉമ്മർ സാറിന്റെ കണ്ണിലും അവരെ വീട്ടുകാരും ഒരുപാട് ആൾക്കാർ കാണാൻ പോകുന്നു. നല്ല ഒരു സന്തോഷത്തോടു കൂടെ ആ വ്യക്തിയെ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. 8 വർഷമായിട്ട് കുഴഞ്ഞു കിടക്കായിരുന്നു. ആ ഒരു വളരെയധികം എനിക്ക് അഭിമാനം തോന്നിയത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് എത്രത്തോളം റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളത്, ഒരു വ്യക്തിയുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ പ്രശ്നം എന്താണ്, ഇതിലൂടെ ഇനി നിങ്ങൾ കൂടുതലൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ ആ വ്യക്തിയെ നമ്മളുടെ പ്രൊഡക്റ്റ് കൊണ്ട് എണീറ്റ് നടക്കാൻ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റ് അവരുടെ കയ്യിലെത്തിയത് ദൈവത്തിന്റെ അനുഗ്രഹം അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ളത് കൊണ്ടാണ്. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിരുന്ന ആ ഒരു ലേഡി നടക്കുന്നത് കാണുമ്പോൾ എന്തോന്നറിയാത്തൊരു സന്തോഷം. എന്റെ കമ്പനിയിൽ, എന്റെ പ്രൊഡക്റ്റിൽ, എന്റെ സംരംഭത്തിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അതേപോലെ എത്രയോ അനുഭവങ്ങൾ ഉണ്ട്. ഉമ്മർ സാറിന്റെ അനുഭവത്തിൽ ഇത് ആദ്യമായിട്ടാണ്. അദ്ദേഹം ഈ ഒരു വർക്ക് വളരെ ശക്തമായിട്ട് ഏറ്റെടുക്കാനുള്ള കാരണം ഇതാണ്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. കൂടുതലായിട്ട് അനുഭവങ്ങൾ പറയാനുള്ള സമയമല്ല. അപ്പൊ നിങ്ങൾ 100% നമ്മളുടെ പ്രൊഡക്റ്റിൽ വിശ്വസിക്കുക.
എന്തിനൊക്കെ ഏതൊക്കെ പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. എന്തൊക്കെ അസുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നേ അല്ല എന്നുള്ളത് കഴിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ആദ്യം ബോധിപ്പിക്കുക. കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് നിർത്തിയിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 100% നമ്മളുടെ പ്രൊഡക്റ്റ് റിസൾട്ട് ആണ്. നിങ്ങളെ നോക്കിയിട്ടാണ് നിങ്ങളുടെ ടീം പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതും നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് നിങ്ങളുടെ ടീം പ്രൊഡക്റ്റ് വിൽക്കുന്നതും. നിങ്ങൾ നിങ്ങളുടെ ടീമിന്റെ ഒരു മാതൃകയാകാൻ വേണ്ടി ശ്രമിക്കുക. ഏതോ ഒരു കുട്ടി പ്രൊഡക്റ്റിന്റെ ഡൗട്ട് ചോദിച്ചാലും എനിക്കത് അറിയൂല എന്ന കാര്യം ഞാൻ ഇന്നേ വരെ എന്റെ ടീമിനോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഓരോരുത്തർക്കും എടുത്തറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇപ്പൊ പറഞ്ഞു തരട്ടോ എന്നറിയും. അറിയുന്ന വ്യക്തികളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഞാൻ ആ ഇൻഫർമേഷൻ കൊടുക്കും. ഇന്ന് ഏതൊരു വ്യക്തി പ്രൊഡക്റ്റ് വിൽക്കുന്നതിന്റെ പിന്നിലും നമുക്കറിവില്ലെങ്കിൽ നമ്മൾ അപ്ലയൻസിന് അതിനെ കുറിച്ച് അറിയാന്നുള്ളൊരു ശക്തി അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് 35,000 രൂപേന്റെ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി പുഷ്പം പോലെ വിറ്റ് പോരുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, പ്രൊഡക്റ്റ് എന്താന്നുള്ളത് പഠിക്കുക, കമ്പനി എന്താന്നുള്ളത് പഠിക്കുക, നിങ്ങൾ അപ്ലയൻസിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുക. ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന 100% ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അർപ്പിച്ചിട്ട് ഇതിലൂടെ തന്നെ ഞാൻ വിജയിക്കും എന്ന ലക്ഷ്യത്തോട് കൂടെ നിങ്ങൾ പ്രവർത്തിക്കുക. 100% ഇതിലൂടെ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. നമ്മൾ ബെറി ഡേ എന്നൊരു പ്രോഗ്രാം നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഈ ബെറി ഡേ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇനി ദിവസങ്ങളില്ല. നിങ്ങൾ എഴുതി വെച്ച അച്ചീവ്മെന്റ്സ് എന്താണോ, നിങ്ങളുടെ ടീമിൽ നിന്ന് എത്ര പേരെ കൊണ്ടുപോകാൻ നിങ്ങൾ ടാർഗറ്റ് ഇട്ടിട്ടുണ്ടോ അതിനു വേണ്ടിയിട്ടുള്ള വർക്ക് എടുക്കുക. ഞാൻ എന്തായാലും അവിടെ 1000 പേരെ തന്നെയെങ്കിലും എന്റെ ഐഡിക്ക് താഴെ നിന്ന് ഞാൻ 1000 പേരെ തന്നെയെങ്കിലും അവിടെ എത്തിക്കും എന്നുള്ളത് മനോജ് സാറിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്ര പേരെ എത്തിക്കും എന്നുള്ളത് നിങ്ങൾ വാക്ക് കൊടുക്കുക. ആ വ്യക്തികൾ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അധ്വാനം ഇന്ന് തന്നെ നിങ്ങൾ എടുക്കുക. ഇതിലൂടെ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഉന്നത വിജയങ്ങളിൽ എത്താൻ കഴിയും. അതിന് ദൈവം തമ്പുരാൻ നമുക്കുള്ള ആയുസ്സും ആരോഗ്യം തരട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതിനെക്കുറിച്ച് തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവും കൂടെ നമുക്ക് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ അവസരം തന്നിട്ടുള്ള മനോജ് സാറിനും ലതാ മേഡത്തിനും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ എന്റെ മെന്റർഷിപ്പിൽ നിഷാന്ത് സാറായിട്ടുള്ള എന്റെ ഗ്രേറ്റ് ലീഡർ നിഷാന്ത് സാറിനും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടർമാർക്കും ലീഡേഴ്സിനും മറ്റ്